സോ ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മളുടെ നീറ്റ് 2026 അപ്ലൈ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പം നീറ്റ് 2026 പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. നമ്മളുടെ നീറ്റിന് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട്. മാർച്ച് 8 വരെയാണ് നമ്മളുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. സോ എങ്ങനെയാണ് നിങ്ങൾ വെബ്സൈറ്റിൽ കയറിയിട്ട് നീറ്റ് 2026 അപ്ലൈ ചെയ്യാന്നുള്ളതാണ് പറയാൻ പോകുന്നത് കേട്ടോ. സോ nta.nic.in എന്ന വെബ്സൈറ്റ്, neet.nta.nic.in എന്ന വെബ്സൈറ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ രജിസ്ട്രേഷൻ ഫോർ നീറ്റ് UG എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ രജിസ്ട്രേഷൻ ഫോർ നീറ്റ് UG നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ഇവിടെ ഒരു ക്ലിക്കിംഗ് ലിങ്ക് ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരെ പോകുന്നത് ഇതുപോലത്തെ ഒരു പേജിലേക്കാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് വരുന്നത് കേട്ടോ. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കുന്നു, രജിസ്റ്റർ ചെയ്യുന്നു. നിങ്ങളുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ വെച്ച് രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ID കിട്ടും. അത് വെച്ചിട്ടാണ് നിങ്ങൾ ഓൾറെഡി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റിലുള്ള ലോഗിൻ പേജിൽ വന്നിട്ട് വീണ്ടും ലോഗിൻ ചെയ്യണം, ബാക്കി പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് വരുന്നുണ്ടാവാം. അങ്ങനെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിങ്ങൾ എന്തൊക്കെയാണോ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. ഫീസും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാകും. ജനറൽ വിഭാഗക്കാർക്ക് 1700 ആണ് ഫീസ് വരുന്നത്. ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ 9500 ആണ്. അതേപോലെ ജനറൽ EWS OBC കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ 1600 ആണ് ഫീസ് വരുന്നത്. ഇനി SC ST അല്ലെങ്കിൽ ഡിസബിലിറ്റീസ് ഉള്ള പേഴ്സൺസ് ആണെങ്കിൽ 1000 rupees ആണ് എന്ത് ചെയ്യുന്നത്? നീറ്റ് 2026 ഫീസ് വരുന്നത് കേട്ടോ. പിന്നെ ബാക്കി ഡീറ്റെയിൽസ്, ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ആവശ്യമുണ്ട്, പാസ്വേഡ് നിങ്ങൾ എങ്ങനെ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടാകും. എന്നിട്ട് നിങ്ങളിവിടെ ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ പോകുന്നുണ്ടാവുക നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇവിടെ കാൻഡിഡേറ്റ് നെയിം ഉണ്ട്, നിങ്ങളുടെ ഗാർഡിയൻ്റെ നെയിം, മദർ നെയിം, കാൻഡിഡേറ്റിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ കൊടുക്കുക. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ഒന്നും കൂടെ കൺഫേം ചെയ്യുക. അതിനുശേഷം പിന്നെ നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുക. ഇതൊക്കെ കറക്റ്റായിട്ട് കൊടുക്കണം. കാരണം കറക്ഷൻ വിൻഡോയിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഒന്നും കറക്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻസ് നമുക്ക് ഉണ്ടാവില്ല, പക്ഷേ ലിമിറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ ക്രോസ് ചെക്ക് ചെയ്തിട്ട് വളരെ ശ്രദ്ധിച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക? പേരും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ അവിടെ കൊടുക്കുക കേട്ടോ. ഇതിനുശേഷം നമ്മൾ നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവുക കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ്. അതായത് നിങ്ങൾക്ക് മെയിലും കാര്യങ്ങളൊക്കെ അയക്കാൻ പറ്റുന്ന അഡ്രസ്സ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അത് കഴിഞ്ഞ് പെർമനൻറ്റ് അഡ്രസ്സ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ കൊടുത്ത അഡ്രസ്സ് പെർമനൻറ്റ് അഡ്രസ്സ് ആണെങ്കിൽ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഇല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്രസ്സ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആൻഡ് അതിനുശേഷം പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പേജിലേക്ക് നിങ്ങളൊരു പാസ്വേഡ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ പാസ്വേഡ് ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പാസ്വേഡ് ഷുഡ് ബി അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാകും? നിങ്ങളുടെ ഫസ്റ്റ് പിന്നെ നമ്മുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ പേജിൽ പാസ്വേഡ് എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ പാസ്വേഡ് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, മറക്കാതെ നോട്ട് ചെയ്ത് വെക്കുക. എപ്പോഴും നിങ്ങൾ നോക്കിയാൽ കിട്ടുന്ന ഒരു സ്ഥലത്തായിരിക്കണം നിങ്ങളത് സേവ് ചെയ്തിട്ട് നോട്ട് ചെയ്ത് വെക്കണം. കാരണം നമുക്ക് ഭാവിയിലും ഇതിന് ആവശ്യം വരും കേട്ടോ. അപ്പോൾ ഈ പാസ്വേഡ് എന്ത് ചെയ്യുക? കൊടുക്കുക. പാസ്വേഡ് കൺഫേം ചെയ്യുക. പിന്നെ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ കൊടുക്കുക നിങ്ങളുടെ. അത് ഏതാണോ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ ആയിരിക്കണം കൊടുക്കേണ്ടത്. അതിൻ്റെ ഒരു ആൻസറും കൊടുക്കുക. പിന്നെ ഇവിടെ ക്യാപ്ച ഉണ്ടാകും. അത് കൊടുത്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ പോകുന്നുണ്ടാവുക പേജ് റിവ്യൂവിലേക്കാണ്. അതായത് നിങ്ങളോട് ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. കാരണം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്യുക എല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത്. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുക? നിങ്ങൾ സബ്മിറ്റ് ആൻഡ് സെൻഡ് OTP ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്കൊരു OTPയും കാര്യങ്ങളൊക്കെ വരും. എന്നിട്ട് പിന്നെ ഓൺലൈൻ രജിസ്ട്രേഷൻ ഫോം നിങ്ങളിവിടെ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ കാണിച്ചു തരും. എന്നിട്ട് നമ്മളിത് സബ്മിറ്റ് ആൻഡ് സെൻഡ് OTP ആൻഡ് വെരിഫൈ മൊബൈൽ നമ്പർ, അതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ OTP വരാൻ പാകത്തിനുള്ള ഒരു മൊബൈൽ നമ്പർ, അതായത് നിങ്ങളുടെ കയ്യിൽ ആ മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം കേട്ടോ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. എന്നിട്ട് ഇവരൊന്നും കൂടെ കൺഫർമേഷൻ ചോദിക്കും. കാരണം നിങ്ങൾ ഈ പറയുന്ന ഡീറ്റെയിൽസിൽ പേര് കാര്യങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നീട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ കറക്റ്റ് ആണോ എന്ന് അവർ വീണ്ടും ചോദിക്കുന്നുണ്ട്. അത് വീണ്ടും ക്രോസ് ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാവോ? കൊടുക്കാവോ കേട്ടോ. അതിനുശേഷം നമ്മൾ പോകുന്നത് മൊബൈൽ വെരിഫിക്കേഷനിലേക്കാണ്. അപ്പോൾ നിങ്ങൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അതവിടെ സബ്മിറ്റ് ചെയ്യാം. എന്നിട്ട് സബ്മിറ്റ് രജിസ്ട്രേഷൻ ഫോം കൊടുക്കാം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ഫോം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് ആപ്ലിക്കേഷൻ ഫോമിലേക്കാണ്. അപ്പോൾ ഇനി ഫില്ലപ്പ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഫില്ലപ്പ് ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ആ ഫില്ലപ്പ് ആപ്ലിക്കേഷൻ ഫോമിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട്. അതായത് കോൺടാക്ട് ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽ, ഡിസബിലിറ്റി ഡീറ്റെയിൽ, രജിസ്റ്റർ ഐഡൻറ്റിറ്റി ഡീറ്റെയിൽസ്, അബാർ ID, അതുപോലെ എക്സാം സെൻറ്റർ, ക്വാളിഫിക്കേഷൻ, അഡീഷണൽ ഡീറ്റെയിൽസ്, എമർജൻസി കോൺടാക്റ്റ്, ലൈവ് ഫോട്ടോഗ്രാഫി ക്യാപ്ചറിങ് ഉണ്ട്. അതേപോലെ അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഫൈനൽ സബ്മിറ്റ്. ഇത്രയും ഭാഗങ്ങളാണ് നമുക്കിതിൽ ക്ലിയർ ചെയ്യാനുള്ളത്. സോ ഇവിടെ രജിസ്റ്റർ പേഴ്സണൽ ഡീറ്റെയിൽ അതിലേക്ക് പോകുമ്പോൾ വീണ്ടും നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. കാൻഡിഡേറ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഗാർഡിയൻ്റെ പേര്, നാഷണാലിറ്റി, കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ കാറ്റഗറി കാര്യങ്ങളൊക്കെ കൊടുക്കുക കേട്ടോ. ജനറൽ ആണോ OBC ആണോ എന്നുള്ള കാറ്റഗറിയും കാര്യങ്ങളൊക്കെ കൊടുക്കുക.
പിന്നെ ഇവിടെ ഡയബറ്റിക് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ആനുവൽ ഫാമിലി ഇൻകം അവിടെ ചോദിക്കുന്നുണ്ട്. അതേപോലെ മൈനോറിറ്റി ആണോ, കൺട്രി ഓഫ് റെസിഡൻസ് ചോദിക്കുന്നുണ്ട്. മോഡ് ഓഫ് പ്രിപ്പറേഷൻ ഏതാണ്, സെൽഫ് സ്റ്റഡി ആണോ, അല്ലാത്ത കാര്യങ്ങളൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ട്രഡീഷണൽ ഡ്രസ്സാണോ, നിങ്ങൾ നീറ്റ് യു ജിയിൽ നിങ്ങൾ ഏത് ടൈപ്പ് ഡ്രസ്സാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ട്രഡീഷണൽ ഡ്രസ്സാണെങ്കിൽ നിങ്ങളുടെ യെസ് എന്ന് കൊടുക്കണം. അതായത് ബുർഖ പോലത്തെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെ യെസ് എന്ന് കൊടുക്കണം. ബിക്കോസ് യു നീഡ് എക്സ്ട്രാ അവർ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ആൻഡ് ഡിസബിലിറ്റി ഡീറ്റെയിൽസിലേക്കാണ് നെക്സ്റ്റ് പോകുന്നത്. അപ്പോൾ BWBD കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കാം. എന്നിട്ട് പിന്നെ ക്യാപ്ചർ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ പോവുക ആധാർ ഡീറ്റെയിൽസിലേക്കാണ്. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തില്ലേ, നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ കിട്ടിയിട്ടുണ്ടാകും. ആ നമ്പർ കൊടുക്കുക, നെയിം, ജെൻഡർ, മെയിൽ, ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ആധാർ നമ്പർ കൺഫേം ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ എന്ത് ചെയ്യാൻ പറ്റും, ക്യാപ്ചർ എൻ്റർ ചെയ്തിട്ട് വീണ്ടും സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തിട്ട് നേരെ പോകുന്നത് ഐഡൻറ്റിറ്റി ഡീറ്റെയിൽസിലേക്കാണ്. അതായത് നിങ്ങളുടെ കംപ്ലീറ്റ് കാര്യങ്ങളും ആധാർ വെച്ചിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ടാകും, ഐഡൻറ്റിറ്റിയും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്തിട്ടുണ്ടാകും. ആസ് പെർ ആധാർ എല്ലാം കിട്ടും അവർക്ക്. അതിനുശേഷം നമ്മൾ പോകുന്നുണ്ടാവും, സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നേരെ പോകുന്നുണ്ടാവുക അബാർ ഐഡിയുടെ പേജിലേക്കാണ്. അതായത് നിങ്ങൾക്ക് അബാർ ഐ ഡി ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അധികം ആൾക്കും ഉണ്ടാവാറില്ല. ഇല്ലെങ്കിൽ ഇല്ലയെന്ന് കൊടുക്കുക, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. അതിനുശേഷം പോകുന്നുണ്ടാവുക എക്സാം, പിന്നെ എന്താ പറയുക, മീഡിയം, അതേപോലെ എക്സാം സെൻറ്റർ സെലക്ട് ചെയ്യുന്ന കാര്യങ്ങളിലേക്കാണ്. അപ്പോൾ നിങ്ങളുടെ ഏത് എക്സാമാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്ന് കൊടുക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം സെലക്ട് ചെയ്യുക. എക്സാം സ്റ്റേറ്റ്, അതായത് സിറ്റി ഓഫ് ഫസ്റ്റ് ചോയ്സ്, സെക്കൻഡ് ചോയ്സ്, തേർഡ് ചോയ്സ്, മൂന്നും കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാം കേട്ടോ. നിങ്ങൾ ഏത് എക്സാം സെൻറ്റേഴ്സിലാണ് എക്സാംസ് എഴുതാൻ ഉദ്ദേശിക്കുന്നത് ആ സെൻറ്റേഴ്സ് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, അവിടെ ഫിൽ ചെയ്ത് കൊടുക്കണം. ആൻഡ് പിന്നെ ഫാദർ, ഗാർഡിയൻ, ഓക്യുപ്പേഷൻ, ക്വാളിഫിക്കേഷൻ, ഗാർഡിയൻ്റെ മദറിൻ്റെ ഓക്യുപ്പേഷനും ക്വാളിഫിക്കേഷനും ഒക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ അവിടെ കൊടുക്കുക. ഈ സിറ്റീസ് കറക്റ്റായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഏത് സിറ്റീസിലാണ് നിങ്ങൾ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് പ്രിഫറൻസ് നിങ്ങളുടെ സ്വന്തം ജില്ല കൊടുക്കുക. സെക്കൻഡ് പ്രിഫറൻസ് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ജില്ല കൊടുക്കുക. തേർഡ് പ്രിഫറൻസ് കുറച്ചും കൂടെ തൊട്ടടുത്തുള്ള ജില്ല ആയിരിക്കണം തേർഡ് പ്രിഫറൻസ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ക്യാപ്ചർ എൻ്റർ ചെയ്തിട്ട് വീണ്ടും സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുമ്പോൾ അടുത്തത് പോകുന്നത് എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസിലേക്കാണ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസിലേക്കാണ് പോകുന്നത്. സോ ആദ്യം ചോദിക്കുക 10th അല്ലെങ്കിൽ ഇക്വലൻ്റ് ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ 10th കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക. എക്സാമിൻ്റെ ഡിസ്ട്രിക്റ്റ് ഏതായിരുന്നു, നിങ്ങളുടെ ഇയർ ഓഫ് പാസിങ് ചോദിക്കുന്നുണ്ട്, സ്കൂൾ ചോദിക്കുന്നുണ്ട്, സ്റ്റേറ്റ് ബോർഡ് ഏതാ ചോദിക്കുന്നുണ്ട്, പിന്നെ ഡിസ്ട്രിക്റ്റ് ചോദിക്കുന്നുണ്ട്, ടൈപ്പ് ഓഫ് സ്കൂൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അവിടെ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്ത് കൊടുക്കുക. ആൻഡ് അവിടുത്തെ റിസൾട്ട് മോഡ് പെർസെൻറ്റേജിലാണെങ്കിൽ പെർസെൻറ്റേജ് എന്ന് കൊടുക്കുക. അതല്ല CGPA എന്നുള്ളൊരു സെറ്റപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ അവിടെ ഇക്വലൻ്റ് വരുന്നത് അത് കൊടുക്കുക. മാർക്സും ഒബ്റ്റെയിൻഡ് മാർക്സ് ആൻഡ് നിങ്ങളുടെ പെർസെൻറ്റേജും കാര്യങ്ങളും അവിടെ എൻ്റർ ചെയ്യുക കേട്ടോ. പിന്നെ അത് നിങ്ങൾ എഴുതിയ റോൾ നമ്പറും കാര്യങ്ങളൊക്കെ അതും ചോദിക്കും. ഇത് 10th ആണ്. അത് കഴിഞ്ഞ് നിങ്ങളോട് 12th ചോദിക്കും. ആൻഡ് 12th ഫില്ല് ചെയ്യുക. അത് കഴിഞ്ഞ് ക്യാപ്ചർ കൊടുത്തിട്ട് നേരെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അങ്ങനെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ നിങ്ങൾ പോകുന്നത് അഡീഷണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനാണ്. അതായത് നിങ്ങൾ ട്വിൻസ് ആണോ, ട്വിൻസ് രണ്ടുപേരും നീറ്റിന് അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചോദിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളോട് ചോദിക്കുന്നത് എപ്പോഴെങ്കിലും നിങ്ങൾ നീറ്റ് UG എഴുതിയിട്ടുണ്ടോ, ആൻഡ് പ്ലേസ് ഓഫ് ബർത്ത്, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, ഇതൊക്കെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ദെൻ അഗെയിൻ ക്യാപ്ചർ കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഇത് കഴിഞ്ഞ് നേരെ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പോകുന്നത് എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസ് ഓഫ് പാരന്റ് അല്ലെങ്കിൽ ഗാർഡിയൻ. അത് കറക്റ്റായിട്ട് കൊടുക്കണം കേട്ടോ. നമുക്ക് എന്തെങ്കിലും എമർജൻസി കേസിൽ നമുക്ക് കോൺടാക്ട് ചെയ്യേണ്ട ഒരു കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും ആണ് അവിടെ നിങ്ങൾ കൊടുക്കേണ്ടത്. സോ അവിടെ കൺട്രി കോഡും മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, ക്യാപ്ചർ കൊടുക്കുക, OTP കൊടുക്കുക. ആ OTP, അതായത് ആരുടെയോ നമ്പർ കൊടുക്കരുത്, OTP കിട്ടാവുന്ന നിങ്ങളുടെ ഉപ്പയുടെ ഉമ്മയുടെ ഒക്കെ നമ്പർ ആയിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത് കേട്ടോ. അത് കൊടുത്തതിന് ശേഷം നേരെ പോകുന്നുണ്ടാവുക നിങ്ങളുടെ എന്താ പറയുക, ആ നമ്പറിലേക്ക് വന്നിട്ടുള്ള OTP, അതേപോലെ ഇമെയിൽ അഡ്രസ്സ്, നിങ്ങൾ കൊടുത്ത ഇമെയിൽ അഡ്രസ്സിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാകും, നമ്പറിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാകും. അത് രണ്ടും കൊടുക്കുക. വെരിഫൈ ആൻഡ് നെക്സ്റ്റ് പ്രൊവൈഡ് ചെയ്തതിന് ശേഷം നേരെ പോകുന്നുണ്ടാവുക നമ്മുടെ ലൈവ് ഫോട്ടോഗ്രാഫ് ക്യാപ്ചറിങ്ങിലേക്കായിരിക്കും. അപ്പോൾ ആ ഒരു ലെവലിലായിരിക്കണം നിങ്ങൾ ഇരിക്കേണ്ടത് കേട്ടോ. സോ അവിടെ ഇരിക്കുക, നിങ്ങളുടെ ലൈവ് ഫോട്ടോഗ്രാഫ് അവിടെ ക്യാപ്ചർ ചെയ്യും. എന്നിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം പിന്നെ ഡോക്യുമെൻറ്റ് അപ്ലോഡിംഗ് ആണ്. ഡോക്യുമെൻറ്റ് ഏതൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വേണം. അതിൽ 80% ഫേസ് നിങ്ങളത് കാണിച്ചിട്ടുണ്ടാവണം. ആൻഡ് റൈറ്റ് ഹാൻഡ് ഫിംഗർ ആൻഡ് തമ്പ് ഇംപ്രഷൻസ് വേണം. സിഗ്നേച്ചർ വേണം. ക്ലാസ് 10th മാർക്ക് ഷീറ്റ്, 10th സർട്ടിഫിക്കറ്റ്, അതേപോലെ പിന്നെ എന്താ പറയുക, മാർക്ക് ഷീറ്റും സർട്ടിഫിക്കറ്റും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പ്രസൻറ്റ് ആൻഡ് പെർമനൻറ്റ് അഡ്രസ് പ്രൂഫ്, അതായത് നിങ്ങളുടെ അഡ്രസ്സ് പ്രൂഫ് വരുന്ന എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. റെഡി? അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ ഇവിടെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ പിന്നെ വരുന്നത് നമ്മളുടെ ഒരു റിവ്യൂ പേജിലേക്കായിരിക്കും. അതായത് നിങ്ങൾ കൊടുത്ത കംപ്ലീറ്റ് ഡീറ്റെയിൽസും വെച്ചിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുടെ ഫോട്ടോഗ്രാഫും എല്ലാം കൂടെ വന്നിട്ടുള്ള ഒരു പേജ് നിങ്ങൾക്ക് അവിടെ കാണിച്ചു തരും. അതൊക്കെ നോക്കുക, ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണോ നോക്കുക. എല്ലാം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, അങ്ങനെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ പോകുന്നത് നിങ്ങളുടെ ഇമെയിൽ ID വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
ഇത് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ആ ഒരു ഇമെയിൽ ഐ ഡിയിലൂടെയാണ് വരിക. അപ്പോൾ ആ ഇമെയിൽ ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് വരുന്നുണ്ടാവുക. അപ്പോൾ അവിടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക. എന്നിട്ട് ആ ക്യാപ്ചർ എൻ്റർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, സബ്മിറ്റ് ആൻഡ് ഗെറ്റ് OTP കൊടുത്തിട്ട് നിങ്ങളുടെ ഇമെയിലേക്ക് ഒരു OTP വരും. അവിടുന്ന് വെരിഫിക്കേഷൻ കൊടുത്തതിന് ശേഷം നേരെ ലാസ്റ്റ് സ്റ്റെപ്പ് ഫീ പേയ്മെൻറ്റിലേക്കാണ് പോവുക. സോ ആ ഫീ പേയ്മെൻറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ പല രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ SBI MOP എന്ന് കാണുന്നതാണ്. നിങ്ങളിപ്പം ഓരോന്ന് സ്പെസിഫിക് ആണ്. ഇപ്പോൾ കാനറയുടെ ഒക്കെ സ്പെസിഫിക് ഉണ്ട്. അതിൽ കാനറ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ SBI MOP ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഏത് ബാങ്കിൻ്റെയും നെറ്റ് ബാങ്കിങ്ങിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. സോ അവിടെ ഫീ പേയ്മെൻറ്റും കൺഫർമേഷനും ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ കൺഫർമേഷൻ പേജും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മെയിലിലേക്കും മൊബൈൽ നമ്പറിലേക്കൊക്കെ വരും കേട്ടോ. സോ ഇങ്ങനെയാണ് നമ്മുടെ നീറ്റ് 2026 വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ട സ്റ്റെപ്സ് ആൻഡ് പ്രോസസ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് നോക്കിയും കണ്ടൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക, വെറുതെ ലേറ്റ് ആക്കരുത്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ അതൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്ത് ലാസ്റ്റിലേക്ക് വെക്കേണ്ട, റഷ് ആകും, പിന്നെ സൈറ്റ് ജാം ആകും, ആകെ മൊത്തം പ്രശ്നമാകും. സോ അവിടേക്ക് വെക്കരുത്. പെട്ടെന്ന് തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക, എക്സാം എഴുതുക, അടിപൊളി റിസൾട്ട് വാങ്ങിക്കുക.